മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പം നമ്മളാണെങ്കിൽ ഇനി ഓണാവധി കഴിയാനായിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൊടൈക്കനാലിലോട്ടാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ രാവിലെ ഒരു 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് നമ്മൾ പോകുമ്പോൾ ഉള്ള വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ട്രിപ്പിന് അമ്മ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ട്. പപ്പയുണ്ട്, അമ്മയുണ്ട്. പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ടുണ്ട്. പപ്പയുടെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പോകുന്ന റൂട്ട് നമ്മൾ കുമിളി ചെന്നിട്ട് കമ്പം തേനി ഹൈവേ കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റോഡൊക്കെ നല്ല സ്ട്രെയിറ്റാണ്. 2 സൈഡും നിറച്ചും കൃഷിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പോകുന്ന വഴി നിറച്ച് കൃഷി കാണാൻ പറ്റി. അതായത് പലതരത്തിലുള്ള കൃഷികൾ, വെളുത്തുള്ളിയുടെ കൃഷി, കടുകിൻ്റെ കൃഷി, നെൽകൃഷി, പിന്നെ അങ്ങനെ കുറേ കൃഷികളുണ്ടായിരുന്നു പലതരത്തിലുള്ള. പിന്നെ നമുക്കാണെങ്കിൽ കമ്പത്തെത്തുമ്പോൾ വലിയൊരു മുന്തിരിത്തോട്ടമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. കാരണം നമ്മൾ കൊടൈക്കനാൽ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ നേരെ പോകുവാണ്, സ്ട്രെയിറ്റ് കൊടൈക്കനാലിലോട്ട് പോകുവാണ്. ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഹൈവേയിൽ നിന്ന് കൊടൈക്കനാലിലോട്ട് തിരിയുന്ന ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും മലകളൊക്കെ കുന്നുകളൊക്കെ ആണെങ്കിൽ കുന്നുകൾ കാണാൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ നിറച്ചും തെങ്ങുംതോപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും തെങ്ങുംതോപ്പ് കണ്ടിട്ടില്ല. ഇവിടെ കുറേ തെങ്ങുംതോപ്പുകളുണ്ട്. നിറച്ചും തെങ്ങാണ് ഇവിടെ. അപ്പം നമ്മൾ കമ്പം തേനി ഹൈവേയിൽ നിന്ന് കൊടൈക്കനാലിലോട്ട് തിരിയുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ എന്തായാലും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങോട്ട് ഇനി ഹോട്ടലുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മളിവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി. ഈ ഹോട്ടലിൻ്റെ പേര് പാംസ് ആൻഡ് സ്പ്രിങ്സ് എന്നാണ്. അപ്പം നമുക്കിവിടെ ഇറങ്ങി കഴിച്ച് നോക്കാം ഫുഡൊക്കെ നല്ലതാണോ അല്ലയോ എന്ന്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടാണിത്. ഇത് ഭയങ്കര ക്ലീനാണ്. പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഒത്തിരി നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലീനാണ് ഈ ഹോട്ടൽ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മളാണെങ്കിൽ കൊടൈക്കനാലിലോട്ട് തിരിയുന്ന വഴിയിലോട്ട് നമ്മൾ കയറും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് 50 കിലോമീറ്റർ നിറച്ചും കയറ്റമാണ്. അപ്പം നമ്മളിപ്പോൾ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ കുന്നുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, കൊടൈക്കനാലിൽ എത്തുന്നതിന് മുന്നുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഒരു വ്യൂ പോയിൻ്റാണ് സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ കുറവാണ്, എന്നാലും കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ്. ഫ്രണ്ട്സ്, നമ്മുടെ വാട്ടർഫോളിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങോട്ട് താഴോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത്. വെള്ളമൊക്കെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത് കാട്ടിലോട്ടാണ് ഒഴുകി പോകുന്നത് ഈ വെള്ളം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാട്ടർഫോളിൻ്റെ അവിടെ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഇനി കൊടൈക്കനാൽ എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു ടൗൺ ഏരിയ പോലെയാണ് ഇവിടെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ നമ്മളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ ടൗണിൻ്റെ ഒരു ഭാഗമാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഉച്ചയായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ കൊടൈക്കനാൽ ടൗണിലെ ഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കൊടൈ ലേക്ക്. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്, നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റ് ഇടണം. അപ്പം നമ്മൾ അതൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൈഡ് ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ് ഏകദേശം 7 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നല്ല താഴ്ചയുണ്ട്, ഇതിനകത്ത് മീനൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ബോട്ട് മാത്രമല്ല, പല രീതിയിലുള്ള ബോട്ടുണ്ട്, സൈക്ലിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലേക്കിൽ തന്നെ 2 വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഈ ലേക്കിൻ്റെ വെള്ളം കൊണ്ട് തന്നെ വരുന്ന ഫൗണ്ടെയിൻ നല്ല രസമാണ്. ദൂരെ നിന്നും അടുത്തു നിന്നൊക്കെ കാണാനായിട്ട് നല്ലോണം സ്പ്രെഡായിട്ട് നല്ല പൊക്കത്തിൽ നിന്നാണ് ആ വാട്ടർ ഫൗണ്ടെയിൻ വീഴുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് കൊടൈക്കനാലിലെ ലേക്കിലാണ്. ഇവിടെ നമ്മളിപ്പോൾ ബോട്ടിങ്ങിൽ കയറിയേക്കാണ്. ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ട് 6 പേരുടെ ബോട്ടിങ്ങാണ് എടുത്തേക്കുന്ന, റോ ബോട്ടിങ്. അതിന് 450 രൂപയാണ് വരുന്നത്, 20 മിനിറ്റാണ്. വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതായിരുന്നു നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഭയങ്കര തണുത്ത കാറ്റ. നടുക്കൂടെ പോയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ലേക്കിൽ 20 മിനിറ്റോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 20 മിനിറ്റ് അലൗഡ് ഉള്ളൂ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചാണെങ്കിൽ ലേക്കിൽ നിന്ന് കയറുവാണ്. ഫ്രണ്ട്സ്, നമ്മൾ ലേക്കിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഏരിയയിൽ മൊത്തം കടകളാണ്. പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്, കമ്മൽ, സ്വെറ്റർ, ആ വെള്ള സാധനം പാക്കറ്റ് ഇട്ടേക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് എനിക്കൊരു ലാഫിംഗ് ബുദ്ധ മേടിക്കണം. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഒരു ലാഫിംഗ് ബുദ്ധ വേണമെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് എന്തെങ്കിലും, അവർക്ക് എന്തെങ്കിലും, ഞാൻ ഇവിടെ വരാമെന്നല്ല, അപ്പോൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ അതും നോക്കണം. അപ്പം നമുക്ക് അതെല്ലാം കൂടി കിട്ടുന്ന ഒരു കടയിൽ പോയി നോക്കാം. നമുക്കവിടെ എത്തിക്കാം. നമ്മൾ നമ്മുടെ സാധനം മേടിച്ചു. നമുക്കിനി നമ്മുടെ റൂമിൽ പോയി ഞാൻ ഇതോരോന്ന് എടുത്ത് കാണിക്കാം, അല്ലെങ്കിൽ കാറിൽ പോയിട്ട് എടുത്ത് കാണിക്കാം. ഇവിടെ നമുക്ക് സൈക്കിൾ റൈഡിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്, അതുകൊണ്ട് ഇപ്പം ഇവിടെ സമയമില്ല നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ റൂമിലാണ്, എപ്പോൾ വേണേലും നമുക്ക് വരാം. ഇതാണ് ലെനക്സി, എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോള, എൻ്റെ ഫ്രണ്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാറിൽ കയറിയിട്ട് ഞങ്ങളിത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗൈസ്, അമ്മു കാര്യങ്ങളില്ല. അമ്മൂന് എത്ര സാധനം മേടിച്ചു? അമ്മൂന് 2 സാധനം മേടിച്ചില്ലേ? മേടിച്ചു. അമ്മൂന് ലാഫിംഗ് ബുദ്ധയും കീറ്റേനും മേടിച്ചു. ഗൈസ്, എന്നിട്ടും കരയുക.
നമ്മളിനി അവിടെ പോകുമ്പോൾ നമുക്ക് വേറെ മേടിക്കാം, കിട്ടും. ഫ്രണ്ട്സ്, അമ്മ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ സാധനം മേടിച്ചേന്ന്. ഓക്കേ, കണ്ട പത്രം തന്നെ മുൻകും തമ്മില. ഗൈസ്, ഇങ്ങനത്തെ യെല്ലോ കീചെയിൻ ഉണ്ട്. ഐ ലവ് കൊടൈക്കനാൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഗൈസ്, ഇനി ഇതാണ് നമ്മുടെ ലാഫിംഗ് ബുദ്ധ. നമ്മൾ ഇതാണ് ഈ ഓറഞ്ച് അമ്മൂൻ്റെയും എൻ്റെയാണ്. എൻ്റേത് കണ്ണ് കുത്തിയിരിക്കും, അമ്മൂൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ട ഗൈസ്. കാണാൻ നല്ലൊരു ഇതാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. നമ്മുടെ നെക്സ്റ്റ് പാർക്ക് കോക്കേഴ്സ് വാക്ക് വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം എൻ്റെ അമ്മൂൻ്റെ എല്ലാ